വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് ഗൈസ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണ വിശേഷങ്ങൾ എന്താണെന്നുള്ളതാണ് വ്ളോഗിൽ പറയുന്നത്. നമ്മളുടെ ബന്ധുവാണ്, പിന്നിക്കാട് ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പം രണ്ട് ബന്ധമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ റിസപ്ഷനും തലേന്നും ഒക്കെ പോയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കറിയൊക്കെ വെച്ചു, മുട്ടയൊക്കെ പുഴുങ്ങി. ഇന്ന് മുട്ട പുഴുങ്ങി ചായയും പാലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ചെയ്തില്ല, ടൈമില്ലായിരുന്നു ഗൈസ്. പിന്നെ തുണിയൊക്കെ കഴുകി ഇവന് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയം കൊണ്ട് ഞാൻ ഒരുവിധം എല്ലാം ഒതുക്കിയായിരുന്നു. ഇനി അവനിത് ആ മുട്ടയൊക്കെ കൊടുത്തു. ഇനി നമ്മളുടെ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്യണം. അയൺ ചെയ്ത് വെച്ചിട്ട് എനിക്കിങ്ങനെ അയൺ ചെയ്തിടാനാണ് ഇഷ്ടം. ഞാൻ തലേന്നേ അങ്ങനെ ചെയ്ത് വെക്കത്തില്ല. അപ്പം അങ്ങനെ അയൺ ചെയ്ത് ഇട്ടു ഗൈസ്. പിന്നെ കുറേ നേരം ഷോയൊക്കെ കടിച്ചിട്ട് നമ്മൾ പോവാണ്. ഇക്കാട ഓട്ടോയിൽ പോയിട്ട് കൂട്ടുകാരൻ്റെ അവിടുന്ന് കാർ എടുത്തിട്ടാണ് പോണത്. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു ഗൈസ്. നല്ല രീതിയിൽ പെട്ടുപോയി. കുഞ്ഞുങ്ങളൊക്കെ ചൂടെടുത്ത് നിർബന്ധവും കരച്ചിലും ഒക്കെ ആയിരുന്നു. അപ്പം ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഇരുന്നത്. ഇക്കാടെ ഫ്രണ്ട്സിൻ്റെ വൈഫ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഫങ്ഷനൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഉള്ളൊരു ഇതൊക്കെയുള്ള, അല്ലാതെ ചാറ്റോ അങ്ങനെയൊന്നും ഇല്ല ഗൈസ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിശേഷങ്ങളുണ്ടായിരുന്നു പറയാൻ. അങ്ങനെ കുറേ നേരം നമ്മളവിടെ ലാഗ് അടിച്ചിരുന്നു. പെണ്ണ് വരുന്ന സീനാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്യാമറ പറയുന്നതനുസരിച്ച് പെണ്ണിങ്ങനെ നടന്നു വരുവാണ്. മുമ്പ് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. അതുകൊണ്ട് മുമ്പ് കല്യാണത്തിന് ഒരു രസമില്ലായിരുന്നു. ഇപ്പോൾ കല്യാണങ്ങളൊക്കെ പോകാൻ കാണാനൊക്കെ നല്ല രസമാണ്. മുമ്പ് എനിക്ക് എത്ര ക്രൗഡൊന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പോയാൽ ചൂടുമൊക്കെയാണ്. ഇപ്പം പിന്നെ ഇങ്ങനെയൊക്കെ കാണുന്നു, ഡാൻസ്, പാട്ട്, പരിപാടി അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് പോകാനൊക്കെ തോന്നും. പിന്നെ ഫുഡാണല്ലോ മുഖ്യം. പക്ഷേ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ പറയണം, ഫുഡ് കഴിക്കാൻ എങ്ങനെയാണ് കയറിയത്, സീറ്റൊക്കെ കിട്ടിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. അതുമാത്രമല്ല ചൂട് കാരണം എങ്ങനെയും കഴിച്ചിട്ടിറങ്ങി ഓടാനാണ് തോന്നിയത് ഗൈസ്. നല്ല ബീഫ് ബിരിയാണി, സലാഡും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെ പോയിരുന്നു ഒന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വന്നായിരുന്നു. പിന്നെ ഒക്കെ തൊട്ടടുത്തുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. വീഡിയോ എടുക്കാൻ ഈ ചൂടത്ത് പറ്റിയില്ല. ഇച്ചൂസ് വലുതായിട്ട് കഴിച്ചൊന്നുമില്ലായിരുന്നു. കുറച്ച് അവനിക്കും കൊടുത്ത് ഞാനും കഴിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് വൈകിട്ട് റിസപ്ഷന് വരണം. അപ്പോൾ റിസപ്ഷന് വരുന്ന വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. കിടിലൻ പരിപാടിയായിരുന്നു. നല്ലൊരു കല്യാണമായിരുന്നു ഗൈസ്. പിന്നെ ചൂടൊഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മളിതാ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇനി ഇവനെ കിടത്തി ഉറക്കിയിട്ട് ഞാനും കിടന്ന് ഉറങ്ങണം ഗൈസ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.